പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്ന കാര്യം പറയുകയാണ്. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വീണ്ടും വാദം ഉന്നയിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുന്ന കാര്യം ഉണ്ട് എന്ന് പ്രതിഭാഗം പറഞ്ഞപ്പോഴാണ് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വീണ്ടും പറയുന്നത്. പ്രതിഭാഗം പറയുന്നു 30 മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന വ്യവസായിയാണ്, സമൂഹത്തിൽ പേരുള്ളയാളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോം, എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ജാമ്യം കിട്ടരുത് എന്നുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടല്ലോ. പക്ഷേ ഈ 2 വകുപ്പുകൾ ചേർത്തതിൽ അതിനപ്പുറത്ത് അത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. അതിനാൽ തന്നെ ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ള വാദം ബലപ്പെടുത്തുവാനായിട്ട് പ്രതിഭാഗത്തിന് കഴിയുമല്ലോ. തീർച്ചയായും മഞ്ജുഷ, കാരണം ഇവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുന്നതിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ഈ കേസിനെ അത് ബാധിക്കും, കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളുമുണ്ട്. പക്ഷെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പ്രതിയുടെ അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ പോലീസ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി തൊട്ടു പിന്നാലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കുക ഇക്കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല 30 മണിക്കൂറോളമായി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, വിശദമായ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം വേണമെന്നാണ് പ്രധാനമായും പ്രതിഭാഗം ആവശ്യപ്പെടുന്ന കാര്യം. മാത്രമല്ല അതോടൊപ്പം ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു വ്യവസായിയാണ് ബോബി ചെമ്മണ്ണൂർ. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും പ്രതിഭാഗം പറയുന്നുണ്ട്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മഞ്ജുഷ്, ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഹണി റോസിന്റെ എന്തുകൊണ്ടാണ് ഹണി റോസ് ഈ മാസങ്ങൾക്ക് ശേഷം, ഈ സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷം ഈ പരാതിയുമായി രംഗത്ത് ഇറങ്ങാനുള്ള കാരണം? അതിൽ അവർക്ക് നേരെ ഈ സമീപകാലത്ത് വലിയ രീതിയിലുള്ള ഈ അടുത്തിടെയാണ് ഈ പല രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഹണി റോസ്. അതിൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ലൈംഗിക ചുവയുള്ള പരാമർശത്തിന് ശേഷമായിരുന്നു ഈ ഇതുപോലുള്ള ആക്രമണങ്ങൾ കൂടിയത്. മാത്രമല്ല അതിന്റെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശം, ദ്വയാർത്ഥ പ്രയോഗം, അതിനുശേഷം അതിൻ്റെ ആ കമൻറ്റുകളായി വളരെ അശ്ലീല കമൻറ്റുകൾ അത്തരം പോസ്റ്റുകളുടെ താഴെ വരുന്നു. ഇത് തന്നെയും തൻ്റെ കുടുംബത്തെയും വല്ലാത്ത രീതിയിൽ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഹണി റോസ് ഇതുപോലെ മോശം കമന്റ് ഇട്ട ആളുകൾക്കെതിരെ 20ലധികം പേർക്കെതിരെ പരാതിയുമായി സൈബർ പോലീസിനെ സമീപിക്കുന്നത്. സൈബർ പോലീസ് കൊച്ചി കുമ്പളം സ്വദേശിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് 30ലധികം പേർക്കെതിരെ കേസെടുക്കുന്നു. ആ സമയവും, അതായത് 2 ദിവസം മുൻപ് പോലും ഹണി റോസും ബോബി ചെമ്മണ്ണൂരിനെ എതിരെ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ആലോചിച്ചിരുന്നില്ല. കാരണം ഒന്നൊരു വ്യവസായ പ്രമുഖനാണ്, തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ഹണി റോസിനെ പോലുള്ള യുവതികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. കാരണം നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല യുവതികളും പോലീസിന് മുൻപാകെ പരാതിയുമായി സമീപിച്ചു. അവർക്കൊന്നും നീതി കിട്ടുന്ന സാഹചര്യം മാത്രമല്ല, സൈബറിടത്ത് വലിയ രീതിയിലുള്ള ലൈംഗിക അധിക്ഷേപം പോലും അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പലരും പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരുന്നു ഹണി റോസും പരാതിയുമായി ആദ്യഘട്ടത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാതിരുന്നത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു, പരാതിയുമായി മുന്നോട്ട് പോയാൽ നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേ തുടർന്ന് തന്നെയാണ് ഹണി റോസിന്റെ പരാതി നൽകി മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് കൊച്ചി സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കേസെടുക്കുന്നു. ആ കേസെടുത്ത് 24 മണിക്കൂർ തികയും മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ, അതായത് ഏറെ നാടകീയമായിട്ടായിരുന്നു അറസ്റ്റ്. നമുക്കറിയാം, വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ഒരു സിനിമ സ്റ്റൈൽ, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിന് കുറുകെ പോലീസിന്റെ വാഹനമിട്ട് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല രീതിയിലുള്ള, അതായത് അവർ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പോലീസിന്റെ അതിവേഗത്തിലുള്ള നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹണി റോസിനെ പോലുള്ള ഈ ലൈംഗിക അധിക്ഷേപത്തിന് ഇരകളാകുന്ന, സൈബറിടത്തടക്കം ലൈംഗിക അധിക്ഷേപത്തിന് ഇരകളാകുന്ന യുവതികൾക്ക് ഒരു ആത്മധൈര്യം നൽകുന്നതാണ് പോലീസിന്റെ ഈ നടപടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂടുതൽ പേർ ഇതുപോലെ ലൈംഗിക അധിക്ഷേപത്തിന് ഇരകളാകുന്ന യുവതികൾ കൂടുതൽ പേർ മുന്നോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്
നടി മാലാ പാർവതിക്കെതിരെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയ സംഭവത്തിലേക്ക് പരാതി നൽകി ഉടനടി തന്നെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ പ്രോസിക്യൂഷൻ ഈ ഹണി റോസിന് വേണ്ടി പരമാവധി വാദിക്കുന്നുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം അനുവദിക്കരുതെന്ന് ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ഈ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ, പ്രതിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കും. മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിന്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന കാര്യം കൂടി പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അറസ്റ്റിന്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, മുഴുനീളം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറച്ച് പബ്ലിസിറ്റി നൽകുന്നു, എന്താവശ്യമാണ് ഈ കാര്യത്തിൽ ഇതേ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നില്ലേ പോലീസിന് എന്നാണ് പ്രതിഭാഗം ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാര്യവും. മഞ്ജുഷ, ഇപ്പോൾ വീണ്ടും പ്രതിഭാഗത്തിന്റെ വാദം തുടരുകയാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ വ്യവസായ നേട്ടങ്ങളൊക്കെ എടുത്തു പറയുകയാണ് പ്രതിഭാഗം ചെയ്യുന്നത്. എത്ര പേർക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ള കാര്യം അവിടെ ഉന്നയിക്കുന്നു. അറസ്റ്റിന് തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല എന്നുള്ള കാര്യവും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയുള്ള വാദമായി അവിടെ നടക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറച്ച് പബ്ലിസിറ്റി നൽകുകയാണ് ചെയ്യുന്നത് എന്നും പ്രതിഭാഗം വാദിക്കുകയാണ്. ജാമ്യം നൽകരുത്